ശ്രീജിത് പണിക്കർ, ഇപ്പോൾ 75 വയസ്സിൽ മോദി വിരമിക്കുമോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരാൻ കാരണം RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഈ പ്രസംഗമാണ്. സ്വാഭാവികമായിട്ടും ഈ ചർച്ച വരുമെന്നുള്ള കാര്യവും RSSന് അറിയാം, മോഹൻ ഭാഗവതിന് അറിയാം. ഈ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്നും പറയാം, അവർ അതേപോലെ തന്നെ ആ വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട്. പക്ഷേ 2029 മുൻപ്, അതല്ലെങ്കിൽ ഈ സെപ്റ്റംബർ 17 ചർച്ചകളിൽ നിറയുന്നത്, 75 വയസ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർത്തിയാകുന്ന സമയം. പക്ഷേ അങ്ങനെ ഒരു മാറ്റം, നേതൃമാറ്റം അത് ഉണ്ടാകുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അത് മാത്രമല്ല, ഇളവ് നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യം BJP കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അല്ല, ഇത് ഒന്നാമത്തെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, RSSനായിക്കോട്ടെ BJPക്ക് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രഖ്യാപിത നയമോ നിലപാടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇല്ലാത്ത ഒരു നിലപാടിൻ്റെ പേരിൽ പലപ്പോഴും ഒരു കീഴ്വഴക്കമെന്ന രീതിയിൽ പല ആൾക്കാരും വ്യക്തിപരമായി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്റേണലായി മാത്രം അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന രീതിയിലത്തേക്ക് കൽപ്പിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് 75 വയസ്സാകുന്ന സമയത്ത് BJPയുടെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, RSSന്റെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ, മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഒഴിഞ്ഞു പോകണമെന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ അങ്ങനെ പാർട്ടിയുടെ ഭരണഘടനയിലോ എങ്ങും തന്നെ അത് പറയുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. രണ്ട്, ഇതിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നാണ് തോന്നിപ്പോകുന്നത്. കാരണം അത് ആഭ്യന്തരമായി പൂർണ്ണമായും ഇന്റേണലായിട്ട് BJP തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും RSSനെ എതിർത്തുകൊണ്ട് ഈ വിഷയത്തിൽ നോക്കൂ സർസംഘചാലക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ മേധാവിയോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ജനാധിപത്യപരമായി സാധിക്കാത്ത കാര്യം പ്രായത്തിന്റെ കാര്യത്തിലെങ്കിലും നരേന്ദ്രമോദി ഒരു പ്രാക്ടീസായി എടുത്ത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ഈ ചർച്ചയിൽ തന്നെ രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്ന് കേട്ട ഒരു കാര്യമാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ RSSന്റെ അതൃപ്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് രണ്ടുപേരും അത് പറഞ്ഞിരിക്കുന്നത്. കാരണം യജമാന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ വഹിക്കേണ്ടുന്ന സ്ഥാനമല്ല. അപ്പോൾ അത് ഫണ്ടമെന്റലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് യജമാന സ്ഥാനത്ത് ഒരാൾ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് രാജാവ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ വെക്കുന്നത്. അതൊരു പുരോഹിതനായിരിക്കണമെന്നോ അത് ഇന്ന വിഭാഗത്തിലുള്ള ആളായിരിക്കണമെന്നോ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും അതിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് അതാകാം എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, സോമനാഥ ക്ഷേത്രത്തിനെ പറ്റി കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അയോധ്യയിലെ ക്ഷേത്രം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നതിനെ പറ്റി നമുക്കറിയാം. പക്ഷേ സോമനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നത്, അതിനുള്ള വാഗ്ദാനം ജനങ്ങളോട് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, സർക്കാരാണ്. സർക്കാർ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഈ ജുനഗതുമായി ബന്ധപ്പെട്ട അനക്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സോമനാഥ ക്ഷേത്രം ഞങ്ങളിവിടെ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനമായി പറഞ്ഞ് അതിൻ്റെ എല്ലാ അധികാര സമിതികളിലും ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാരാണ്. KM മുൻഷിയെ പോലെയുള്ള, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ യജമാന സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ യജമാന സ്ഥാനത്തുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിൽ ഈ നമ്മുടെ അവിടുത്തെ ശിവലിംഗത്തിനടുത്ത് അദ്ദേഹം നിൽക്കുന്ന ചിത്രം ശ്രീ റോണി K. ബേബിക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ വെറുതെ പരതിയാൽ കിട്ടും. അപ്പോൾ അന്ന് അവിടെ നിന്നിരിക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല. രണ്ട്, അതിൽ നിന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട വ്യത്യാസം, അയോധ്യയിൽ RSS അല്ല ആൾക്കാരെ ക്ഷണിക്കുന്നതും RSS അല്ല അവിടെ ആൾക്കാരെ തീരുമാനിക്കുന്നതും. അവിടെ RSSന്റെ വോയിസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം അത് കോടതിയുടെ, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന, അവർ പറയുന്ന രീതിയിലത്തേക്കുള്ള കോമ്പസിഷനുള്ള ഒരു ട്രസ്റ്റാണ് ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയത്, അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നോക്കിയത്. നോക്കൂ, RSSന്റെ ആൾക്കാർക്ക് പോലും, അതിൽ മോഹൻ ഭഗവത്തിന് മാത്രമേ ഒരുപക്ഷെ ക്ഷണം പോലും ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്. ഞാൻ RSSന്റെ ആരായിട്ടാണ്? BJPയുടെ ആരായിട്ടാണ്? എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്, ഞാൻ പോയതാണ്, പങ്കെടുത്തതാണ്. അത് ക്ഷണിക്കുന്നതും കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഈ അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റാണ്, തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആരായിരിക്കണം യജമാനൻ എന്നുള്ളത്. അത് അവരാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ RSSന് അവിടെ ഒരു വോയിസും ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ഇതിനെ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം അതല്ല എങ്കിൽ എല്ലാ കാര്യത്തിനും RSSനെ എതിർക്കുകയും 99 കാര്യങ്ങൾക്ക് എതിർക്കുകയും, എന്നാൽ 100ാമത്തെ കാര്യത്തിന് മാത്രം നോക്കൂ മോഹൻ ഭഗവത് ഇത് പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇത് ബാധകമല്ലേ എന്ന് പറയുകയാണ്. പക്ഷേ മോഹൻ ഭഗവത് ഈ കാര്യം പറയാൻ ഇടയായ ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇത് അടുത്ത മാസം അല്ല, സെപ്റ്റംബർ 17 മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാകുമെന്ന് RSS മേധാവിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം എന്തായിരുന്നു, പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ആ രീതിയിൽ സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കാവുന്നതാണല്ലോ.
അല്ല, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, RSSന്റെ ഒരു നേതാവിനെ കുറിച്ചും അദ്ദേഹത്തിന് 75 വയസ്സായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഷോൾ അണിയിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രസംഗം നടത്തുന്ന മോഹൻ ഭഗവത്തിനും 75 വയസ്സ് തികയാൻ പോവുകയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് BJPയെ പറ്റി പറയുന്ന ഒരു പരാമർശം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം RSSന്റെ തന്നെ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി BJPയുടെ കാര്യം തന്നെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ശരിയാണ്, കുറേയധികം ആൾക്കാർ അവിടെ 75 വയസ്സാകുന്ന സമയത്ത് അവർ ആ പദവികളിൽ നിന്നൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോയിരിക്കുന്നത് ഇപ്പം നജ്മ ഹെപ്തുള്ള പോലെയുള്ള, കൽരാജ് മിശ്ര പോലെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ പിന്നീട് ഗവർണർ പദവിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചിട്ട് മറ്റു പദവികളിലേക്ക് പോയിട്ടുണ്ട്. യെദ്യൂരപ്പയുടെ കാര്യത്തിൽ 75 വയസ്സിന് ശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ അനുവദിച്ചിട്ടുണ്ട്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് 78 വയസ്സുണ്ട്. അതേപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് ഒരുപക്ഷെ ഈ കണ്ടീഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒഴിയുന്ന സമയത്ത് 79 വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിനുള്ളത്. കൽരാജ് മിശ്ര പോലും റിസൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് 75 വയസ്സല്ല 76 വയസ്സാണ്. നജ്മ ഹെപ്തുള്ള ഒഴിയുന്ന സമയത്ത് അവർക്ക് 76 വയസ്സ്. അവരുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ യെദ്യൂരപ്പയുടേതല്ല, 2014 ഇങ്ങനെ മാർഗനിർദ്ദേശ മണ്ഡലിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാറ്റി എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ വന്നിരുന്നത്. അപ്പോൾ പ്രധാന പദവികൾ അലങ്കരിക്കേണ്ട എന്നുള്ള ഒരു കൃത്യമായ തീരുമാനം എടുത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. അത് ഈ പ്രായത്തിൻ്റെ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ്. അത് അന്നേ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് BJPയുടെ പ്രഖ്യാപിത നിലപാടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അങ്ങനെ ഒരു ഭരണഘടനയിൽ അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് BJPക്ക് പറയാം. പക്ഷേ കാര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. നരേന്ദ്രമോദി തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് 2014. അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഇവിടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാർഗനിർദ്ദേശ മണ്ഡലം ഉണ്ടാക്കുകയും അതിലേക്ക് ഈ പറയുന്ന ഒഴിവാക്കപ്പെടുന്ന 2 നേതാക്കന്മാരെന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് LK അദ്വാനിയാണ്, മറ്റൊന്ന് മുരളി മനോഹർ ജോഷിയാണ്. ഈ ആൾക്കാരുടെ അന്നത്തെ പ്രായം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 75 എന്ന് പറയുന്ന കട്ട് ഓഫ് വേണമെങ്കിൽ കൂട്ടാമായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം, LK അദ്വാനിയുടെ പ്രായം 86 വയസ്സാണ്. 86 വയസ്സുണ്ടെന്ന് അദ്ദേഹത്തിന്. മുരളി മനോഹർ ജോഷിക്ക് 80 വയസ്സുണ്ട്. അപ്പോൾ 75 വെക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ അവർക്ക് അപ്പർ ലിമിറ്റ് 80 വെക്കാമായിരുന്നു. അപ്പോഴും ഇവർ രണ്ടുപേരും ഒഴിവാകുമായിരുന്നു. നരേന്ദ്രമോദി ആദ്യം മുതൽ തന്നെ പറയുന്നത് എനിക്ക് 15 വർഷം ഭരിക്കാൻ തരൂ എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈം വെച്ചിട്ട് ഒരു 15 വർഷം കണക്കാക്കി അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതിൻ്റെ ഒരു എൻഫോഴ്സ്മെന്റ് നടന്നിട്ടില്ലാത്തത് കൊണ്ടും സന്തോഷ് ഗംഗ്വാറിനെ പോലുള്ള ആൾക്കാർ പലരും ഇതേപോലെ റിസൈൻ ചെയ്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് ഗവർണറായി പോകുന്നതിന് 75 എന്നുള്ള പരിധി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 72 അദ്ദേഹം പോയിട്ടുണ്ട്. അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജിതൻ റാം മഞ്ചി, അദ്ദേഹമാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സഖ്യകക്ഷിയിൽ നിന്നുള്ള ആൾ. അവിടെ ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ ബാധകമല്ല. പിന്നെ ഇനി മന്ത്രിമാർക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ലിഖിതമായിട്ട് ഇത് പറയുന്ന ഒരു പാർട്ടി ഏതാണ്? ഇപ്പോൾ 2022 കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ CPM തീരുമാനിച്ച കാര്യം എന്താ? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കും സെൻട്രൽ കമ്മിറ്റിയിലേക്കും 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? പിണറായി വിജയന് അതിന് എക്സംഷൻ കൊടുത്തു. കാരണം എന്താണ്? സാധാരണ ഒരു അംഗത്തിനെ പോലെ അല്ല പിണറായി വിജയൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സംഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു നിയമമാണെങ്കിൽ പോലും നിയമത്തിൽ എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു 75 വയസ്സുള്ള ഒരാളിൻ്റെ സാധാരണ ഒരാളിൻ്റേതുപോലെയുള്ള ഊർജ്ജമാണോ, പ്രവർത്തന ശൈലി എന്താണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഗുണം, അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹെൽത്താണ്, അദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്റ്റൈലാണ്, എത്ര മണിക്കൂറുകൾ അദ്ദേഹം ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ട്രാവൽ ഷെഡ്യൂൾ എങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ BJP പബ്ലിഷ് ചെയ്തിരുന്ന ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5 രാജ്യങ്ങളിൽ അദ്ദേഹം എത്ര മണിക്കൂർ എവിടെ പരിപാടിയിൽ പങ്കെടുത്തു, എത്ര മണിക്കൂർ ഉറങ്ങി, അതിൽ ഉറക്കം അദ്ദേഹം എവിടെയെങ്കിലും ആയിരുന്നോ അതോ വിമാനത്തിലായിരുന്നോ, ഇതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് എനർജി, അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും അതേ എനർജി കീപ്പ് ചെയ്യുന്ന ഒരാൾ കോൺഗ്രസിലായിക്കോട്ടെ, BJPയിലായിക്കോട്ടെ, സമാജ്വാദി പാർട്ടിയിലായിക്കോട്ടെ, CPMയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ആ ആൾ മുന്നിൽ നിന്ന് നയിക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജനറലൈസേഷൻ അല്ല, അതൊരു എക്സംഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അവർ ഉടനെ തന്നെ അങ്ങനെ ശരി ഇനി വീട്ടിൽ പോയിരുന്നുള്ളൂ എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം പറയുന്നത് മുഴുവനും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു റിട്ടയർമെന്റ് കൊണ്ടെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ ഞങ്ങൾക്ക് അതാണ് താല്പര്യം എന്ന് പറയുന്നതിന് തുല്യമാണ്. അതല്ലാതെ ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല ശ്രീ മഞ്ജുഷ്. ശരി, ശ്രീ